ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രീൻഫീൽഡ് ഹൈവേ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടതായി സൂചന. കൊച്ചിയിൽ ആരംഭിച്ച് മൂവാറ്റുപുഴ നെടുങ്കണ്ടം വഴി തമിഴ്നാട്ടിലെ തേനിയിലെത്തുന്ന തരത്തിലായിരുന്നു പാത വിഭാവനം ചെയ്തത്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സാധ്യതാ പഠന നടപടികൾ പോലും നിർത്തിവെച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചത്. പാതയുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും അലൈൻമെന്റ് നിർണ്ണയിക്കുന്നതിനും മറ്റുമായി പ്രാഥമിക നടപടികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരുന്നു. നിലവിലെ പാതകളിലൂടെ അല്ലാതെ മലയോര മേഖലയിൽ പുതിയ പാത നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വൻ സാമ്പത്തിക ചെലവുണ്ടാകുന്നതിനാൽ DPR നടപടികൾ നിർത്തിവെച്ചതായാണ് നിലവിൽ ദേശീയപാത അതോറിറ്റി നൽകുന്ന വിശദീകരണം. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്ന പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടത്. 6 വരി പാത നമ്മുടെ ഹൈറേഞ്ചിന്റെ നാടിക്കല്ലായിട്ട് മാറേണ്ടതാണ്. നമ്മുടെ ഹൈറേഞ്ചുകാർക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന പുതിയൊരു 6 വരി ഗ്രീൻ ഫീൽഡ് ഹൈവേ ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ അതിന്റെ DPR പ്രവർത്തനങ്ങൾ പോലും ഉപേക്ഷിച്ചതായിട്ടാണ് അവർ പറയുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചരക്ക് നീക്കവും ഗതാഗതവും കൂടുതൽ സുഗമമാക്കുന്നതിനൊപ്പം ഇടുക്കിയുടെ ടൂറിസം, സുഗന്ധവ്യഞ്ജന ചരക്ക് നീക്ക രംഗത്തും വൻ പ്രതീക്ഷയായിരുന്നു പദ്ധതി. ഗ്രീൻഫീൽഡ് ഹൈവേ പ്രൊജക്ടിലെ നിലവിലെ പ്രതിസന്ധികൾ നീക്കി നടപടികൾ പുനരാരംഭിക്കാൻ ഇടപെടലുണ്ടാവണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.